ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. തുടരുന്ന വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിയലും ആഗോള വിപണികളിലെ സമ്മർദ്ദവും വൻതോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗുമാണ് പോയ വാരം ദലാൽ സ്ട്രീറ്റിന് തിരിച്ചടിയായത്. ഒക്ടോബർ മാസത്തിലെ 4.5% മുന്നേറ്റത്തിന് ശേഷമാണ് പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകൾ ഉൾപ്പെടെ ഇപ്പോൾ സമ്മർദ്ദം നേരിടുന്നത്. ആഗോള വിപണികളിൽ നാശം വിതച്ച AI കൊടുങ്കാറ്റിൽ ആടിയുലയുകയാണ് മറ്റു വിപണികളും. ഇതിനു പുറമെ പല കോർപ്പറേറ്റ് കമ്പനികളുടെയും പ്രതീക്ഷകൾക്കൊപ്പം ഉയരാത്ത ക്വാർട്ടർലി റിസൾട്ടുകളും വിപണിക്ക് നിരാശയായി. സ്വാഭാവികമായും അതിന്റെ റിഫ്ലക്ഷൻസ് മാർക്കറ്റിലും പോയ വാരം പ്രകടമായി. വീക്കിലി പെർഫോമൻസിൽ 0.89% ഇടിവിലാണ് നിഫ്റ്റി സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകളുടെ പിൻബലത്തിൽ നിഫ്റ്റി ബാങ്ക് 0.17% ഗെയിനിൽ എത്തിയിട്ടുണ്ട്. പല കാരണങ്ങളാൽ വീക്കായ മാർക്കറ്റിലും സ്റ്റെല്ലാർ പെർഫോമൻസ് രേഖപ്പെടുത്തിയത് PSU ബാങ്ക് സൂചിക തന്നെയാണ്. 2.05% മുന്നേറ്റം. മറ്റ് പ്രധാന സൂചികകളിൽ ഉടനീളം വിൽപ്പനാ സമ്മർദ്ദം പ്രകടമായതോടെ ഏറ്റവും അധികം സമ്മർദ്ദം പോയ വാരം നേരിട്ടത് മീഡിയ ഇൻഡെക്സ് ആണ്. പ്രതിവാരത്തിൽ 3.17% ഇടിവിലേക്ക് ഇൻഡെക്സ് നീങ്ങി. തൊട്ടു പിന്നാലെ 1.5% കൂടുതൽ മെറ്റൽ മേഖലയും ഇടിഞ്ഞു. 1.67% എന്ന കനത്ത വിൽപ്പനാ സമ്മർദ്ദം IT സൂചികയെയും തളർത്തി. അതോടൊപ്പം തന്നെ 1.37% ഇടിവിലാണ് തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗിൽ FMCG ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. പൂർണ്ണമായ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയിരിക്കുകയാണ് US. അമേരിക്കൻ സൂചികകളിൽ സർവകാല ഉയരത്തിലേക്ക് നയിച്ച മാഗ്നിഫിഷന്റ് 7 ഓഹരികൾ ഓവർ വാല്യുവേഷനിലേക്ക് എത്തിയത് സമീപ ഭാവിയിൽ തന്നെ ഈ ഓഹരികളിൽ ഒരു കറക്ഷൻ എന്ന ജാഗ്രതാ നിർദ്ദേശം അന്താരാഷ്ട്ര അനലിസ്റ്റുകൾ നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അടുത്തിടെ ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഫൈനാൻഷ്യൽ ലീഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിൽ അനലിസ്റ്റുകൾ വാൾസ്ട്രീറ്റിൽ അടുത്ത 12 മുതൽ 24 മാസത്തിനുള്ളിൽ ഏകദേശം 10 മുതൽ 20% വരെയുള്ള കറക്ഷൻ പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിപണികളിൽ ഉണ്ടാകുന്ന ഇത്തരം പീരിയോഡിക് പുൾബാക്കിനെ ഹെൽത്തി ഡെവലപ്മെന്റായി കണക്കാക്കണമെന്നും സ്വാഗതം ചെയ്യണമെന്നും മോർഗൻ സ്റ്റാൻലിയുടെ CEO ആയ ടെഡ് പിക് നിക്ഷേപകരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാരാന്ത്യത്തിൽ വിപണികളിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും ലോ ലെവൽസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായത് നിക്ഷേപകർക്ക് അല്പം ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ വീക്കിലി ബേസിസിൽ 1.21% ഇടിവാണ് ഡൗ ജോൺസ് രേഖപ്പെടുത്തിയത്. S&P 500 സൂചികയാകട്ടെ 1.63% ഇടിവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം നാസ്ഡക് 100 3.09% കനത്ത നഷ്ടവും രേഖപ്പെടുത്തി. ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഇടിവാണ് നാസ്ഡക് സൂചികയിൽ കണ്ടത്. ഈ ഇടിവിനെ നയിച്ചത് Nvidia'യും ടെസ്ലയുമാണ്. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ US ഷട്ട്ഡൌൺ തുടരുന്നത് ഡാറ്റകളുടെ പബ്ലിഷിംഗിനെ സംബന്ധിച്ച ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. നവംബർ 12 വീക്കിലി ബേസിസിൽ വരുന്ന ക്രൂഡ് ഇൻവെന്ററി ഡാറ്റകളായിരിക്കും ആദ്യം നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഇൻവെന്ററിയിൽ ഉണ്ടായ അപ്രതീക്ഷിത വർധനവ് ആഗോളതലത്തിൽ ക്രൂഡിന്റെ ഡിമാൻഡ് കുറയുന്നോ എന്ന ഭീതി നിക്ഷേപകർക്കിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം അന്ന് തന്നെ വരുന്ന ഒപെക്കിന്റെ മന്ത്ലി റിപ്പോർട്ടുകളും ക്രൂഡ് വിപണിയുടെ മുന്നോട്ടുള്ള ഗതിയെ സംബന്ധിച്ച ചിത്രം നിക്ഷേപകർക്ക് ലഭ്യമാക്കും. നവംബർ 13 വരുന്ന CPI, കോർ CPI കണക്കുകളായിരിക്കും പിന്നീട് നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക. സെപ്റ്റംബറിൽ ഈ ഡേറ്റയിൽ ഉണ്ടായ അപ്രതീക്ഷിത കുറവ് വിപണികളിൽ ബുള്ളിഷ് മൊമെന്റം സൃഷ്ടിച്ചിരുന്നു. ഈ ട്രെൻഡ് തുടരുമോ എന്നതും നിക്ഷേപകർ ഉറ്റുനോക്കും. പതിവ് പോലെ അന്ന് തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും എത്തുന്നുണ്ട്. കൂടാതെ ഷട്ട്ഡൌൺ മാറുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യാതിരുന്ന ലേബർ ഡാറ്റകളായ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി, യൂണിറ്റ് ലേബർ കോസ്റ്റ് ഡാറ്റകളും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്നതും പ്രതീക്ഷകളെ മറികടന്ന PMI കണക്കുകൾ എത്തിയെങ്കിലും അമേരിക്കൻ വിപണികളിൽ ഉണ്ടായ ഇടിവ് മറ്റ് വിപണികളിലേക്കും പടർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് യൂറോപ്യൻ വിപണികളിലും വിൽപ്പനാ സമ്മർദ്ദം കനത്തു. CAC 40 ആയിരുന്നു ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ. നഷ്ടം 2.1%. FTSE 100 നേരിയ ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡാക്സ് 1.62% ഇടിവും രേഖപ്പെടുത്തി. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ നവംബർ 11 വരുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ നിരക്കുകളായിരിക്കും ആദ്യം നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റുക. തുടർന്ന് നവംബർ 12 ജർമ്മനിയുടെ CPI കണക്കുകളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പ്രതിമാസാടിസ്ഥാനത്തിൽ 0.2% നിന്നും 0.3% കൂടുമെന്നും ഇയർ ഓൺ ഇയർ ബേസിസിൽ 2.4% നിന്നും 2.3% കുറയുമെന്നുമാണ് അനുമാനം. നവംബർ 13 ബ്രിട്ടന്റെ GDP കണക്കുകളും എത്തുന്നുണ്ട്. ഒപ്പം അന്ന് തന്നെ എത്തുന്ന ബ്രിട്ടന്റെയും യൂറോ സോണിന്റെയും വ്യാവസായിക ഉൽപാദന ഡാറ്റകളും നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റും. ഫ്രാൻസിന്റെ CPI കണക്കുകൾ നവംബർ 14 പബ്ലിഷ് ചെയ്യും. തുടർന്ന് അന്ന് തന്നെ എത്തുന്ന യൂറോസോണിന്റെ GDP കണക്കുകളും സൂചികകളുടെ ഗതിയെ സ്വാധീനിച്ചേക്കാം.
സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികളെ സ്വാധീനിച്ചത്. ചൈനയുടെ കയറ്റുമതി ഇറക്കുമതി കണക്കുകളിൽ ഉണ്ടായ ഗണ്യമായ കുറവ് ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച ചില ആശങ്കകൾ സൃഷ്ടിച്ചു. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ നവംബർ 13 വരുന്ന ചൈനയുടെ ഒക്ടോബറിലെ വ്യാവസായിക ഉൽപാദന ഡാറ്റയും തൊഴിലില്ലായ്മ നിരക്കുകളുമായിരിക്കും പ്രധാനമായും ഏഷ്യൻ നിക്ഷേപകർ ഉറ്റുനോക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഇടിവാണ് കാണാൻ കഴിഞ്ഞത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.72% ഇടിവോടെ ബാരലിന് $66.01 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.08% കുറഞ്ഞ് ബാരലിന് $62.1 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണയുടെ സപ്ലൈ വർദ്ധിപ്പിച്ചതും എന്നാൽ ഡിമാൻഡ് ഇടിഞ്ഞതുമാണ് വില കുറയാനുള്ള പ്രധാന കാരണങ്ങൾ. US ഫെഡ് പലിശ നിരക്ക് കുറച്ചത് ക്രൂഡ് വിലയിൽ നേരിയ തോതിൽ ഉയരാൻ കാരണമായി. എന്നാൽ ആഗോളതലത്തിൽ തുടരുന്ന വീക്ക് ഡിമാൻഡ് വിലകളെ സസ്റ്റെയിൻ ചെയ്യാൻ അനുവദിച്ചില്ല. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $65.36 തുടർന്ന് $64.27 അപ്സൈഡിലേക്ക് വരുമ്പോൾ $67.24 റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചാൽ $68.39 അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി ആക്ട് ചെയ്യും. WTI ക്രൂഡ് പരിശോധിക്കുമ്പോൾ ആദ്യ സപ്പോർട്ടായി $61.38 ലെവലുകളാണ് കാണുന്നത്. തുടർന്ന് $60.48 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $64.35 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $65.7 ലെവലും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 0.06% നേരിയ ഇടിവോടെ ട്രോയ് ഔൺസിന് $4000 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിലെ പ്രോഫിറ്റ് ബുക്കിംഗിനോടൊപ്പം ഡോളർ ഉയരുമെന്ന പ്രതീക്ഷകളും US ബോണ്ട് ഈൽഡുകൾ വർദ്ധിച്ചതുമാണ് ഇടിവിന് പിന്നിൽ. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3996.93 തുടർന്ന് $3989.7 റെസിസ്റ്റൻസ് ആയി $4009.19 പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $4014.22 അടുത്ത റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ വളരെ ഫ്ലാറ്റായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. $88.63 എന്ന ലെവലിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നു. $88.75 എന്ന ലെവലിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $88.84 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് $88.37 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുമ്പോൾ ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $88.28 എന്ന ലെവലും അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി ആക്ട് ചെയ്യും. പോയ വാരവും FIIകളുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിവാരത്തിൽ 1632.66 കോടിയുടെ അറ്റ വിൽപ്പന നടത്തി. കൂടാതെ DIAകളുടെ ഭാഗത്തു നിന്നും 10191.13 കോടിയുടെ വാങ്ങലും സമാന കാലയളവിൽ നടന്നിട്ടുണ്ട്. മാക്രോ തലത്തിൽ PMI കണക്കുകൾക്ക് തന്നെയായിരുന്നു പോയ വാരം പ്രാധാന്യം. ഒക്ടോബറിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI 59.2 ഉയർന്നു. മുൻ മാസത്തെ 58.4 എന്നുള്ളതിൽ നിന്നും നിർമ്മാണ മേഖലയിലെ ശക്തമായ എക്സ്പാൻഷനാണ് ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നവംബർ 6 റിപ്പോർട്ട് ചെയ്ത നിക്കേ സർവീസ് PMI 58.9 എന്ന നിലവാരത്തിൽ ശക്തമായ മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട്. സർവീസ് മേഖലയിലെ സബ്സ്റ്റാൻഷ്യൽ എക്സ്പാൻഷനെയാണ് ഈ ഡാറ്റകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഇപ്പോഴും 50 എന്ന നിലവാരത്തിന് മുകളിൽ തുടരുന്നത് ഇരു മേഖലകളിലെയും ശക്തമായ പെർഫോമൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. വരുന്ന വാരത്തിൽ നവംബർ 12 ഒക്ടോബറിലെ CPI കണക്കുകൾ റിപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ തവണ 1.54% എന്ന നിലവാരത്തിലായിരുന്നു കണക്കുകൾ. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് സെപ്റ്റംബറിൽ കഴിഞ്ഞ 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയത്. ഫുഡ് ആൻഡ് ഫ്യുവൽ പ്രൈസിലുണ്ടായ കുറവാണ് ഡാറ്റകളെ പിന്തുണച്ചത്. 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ നിരക്കുകളായതിനാൽ ഇനി വരാനിരിക്കുന്ന കണക്കുകളിലും ഈ ട്രെൻഡ് തുടരുമോ എന്നതും വിപണി നിരീക്ഷിക്കും. അന്ന് തന്നെയാണ് M3 മണി സപ്ലൈ കണക്കുകളും പുറത്തുവരുന്നത്. നവംബർ 14 WPI ഇൻഫ്ലേഷൻ കണക്കുകളും അതോടൊപ്പം തന്നെ ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഓഗസ്റ്റിലെ 0.52% നിന്നും സെപ്റ്റംബറിൽ 0.13% കുറവാണ് രേഖപ്പെടുത്തിയത്. ഫുഡ് പ്രോഡക്റ്റ്, അതർ മാനുഫാക്ചറിംഗ്, അതർ ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ്സ് എന്നിവയുടെ വിലയിലുണ്ടായ വർധനയാണ് ഓഗസ്റ്റിലെ കണക്കുകളിൽ പോസിറ്റീവ് റേറ്റ് രേഖപ്പെടുത്താൻ കാരണം. അവിടെ നിന്നും സെപ്റ്റംബറിൽ ഉണ്ടായ കുറവ് ഇത്തവണ എങ്ങനെയാകുമെന്നുള്ളതും വിപണി നിരീക്ഷിക്കും. WPI ഫുഡ്, ഫ്യുവൽ, മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ കണക്കുകൾ അതുകൊണ്ട് തന്നെ വിപണി പ്രകടനത്തെയും സ്വാധീനിക്കും.
പതിവ് പോലെ തന്നെ ആഴ്ചയിലെ അവസാന ദിനം ഫോറക്സ് റിസർവ് ഡാറ്റകളും പബ്ലിഷ് ചെയ്യും. ഒക്ടോബർ 31 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $5.6 ബില്യൺ കുറഞ്ഞ് $689.73 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ പ്രധാന കമ്പനികളായ ഭാരതി എയർടെൽ, ടൈറ്റൻ, SBI, അഡാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, സൺ ഫാർമ, ഗ്രാസിം, ബ്രിട്ടാനിയ, LIC, ബജാജ് ഓട്ടോ എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. ടെലികോം ഭീമനായ ഭാരതി എയർടെൽ നവംബർ 3 രണ്ടാം പാദഫലം പ്രഖ്യാപിച്ചു. അനുമാനങ്ങളെ മറികടന്നുകൊണ്ട് 6,791 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത്. പാദാടിസ്ഥാനത്തിൽ വരുമാനം 5.4% ഉയർച്ചയോടെ 52,145 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. എബിറ്റയിലേക്ക് വരുന്ന സമയത്ത് 6.2% വളർച്ച കൈവരിച്ചു. എബിറ്റ മാർജിനിൽ നേരിയ വളർച്ചയും പ്രകടമായി. അദാനി ഗ്രൂപ്പുകളിൽ നിഫ്റ്റി 50 ഉൾപ്പെട്ട അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസും നവംബർ 4 സെപ്റ്റംബറിലെ പാദഫലം പബ്ലിഷ് ചെയ്തത്. ആഭ്യന്തര തുറമുഖങ്ങളുടെ മികച്ച പ്രകടനവും അദാനി പോർട്സിന്റെ ബാലൻസ് ഷീറ്റിലും റിഫ്ലക്ട് ചെയ്തു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 29% വാർഷിക വളർച്ചയോടെ 3,120 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. പ്രവർത്തന വരുമാനം 30% വർദ്ധിച്ചുകൊണ്ട് 9,167 കോടി രൂപയായും രേഖപ്പെടുത്തി. കൈകാര്യം ചെയ്ത കാർഗോ വോള്യത്തിന്റെ അടിസ്ഥാനത്തിൽ 12% ഉയർച്ചയാണ് കണ്ടത്. പാരന്റ് കമ്പനിയായ അദാനി എന്റർപ്രൈസസും മികച്ച പ്രകടനം സെക്കൻഡ് ക്വാർട്ടറിൽ കാഴ്ചവെച്ചു. 2025 സെപ്റ്റംബർ 30 അവസാനിച്ച രണ്ടാം പാദത്തിൽ സംയോജിത അറ്റാദായത്തിൽ 84% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 3,199 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മികച്ച പാദഫലമാണ് FMCG ഭീമനായ ബ്രിട്ടാനിയ ഇത്തവണ പുറത്തുവിട്ടത്. നവംബർ 7 റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തത്. അറ്റ വിൽപ്പന 4,840.63 കോടി രൂപയായപ്പോൾ എബിഡ 1,006.63 കോടി രൂപയായും ഉയർന്നു. ഒപ്പം ഇൻഷുറൻസ് പ്രമുഖനായ LICയും അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരുന്നു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 31% വാർഷിക വളർച്ചയോടെ 10,098.48 കോടി രൂപയായപ്പോൾ പ്രീമിയം വരുമാനം 5.1% വാർഷിക വളർച്ചയും ഇത്തവണ റിപ്പോർട്ട് ചെയ്തു. ചുരുക്കത്തിൽ മികച്ച നമ്പേഴ്സ് ആയിരുന്നു നിഫ്റ്റി 50 കമ്പനികൾ പുറത്തുവിട്ടത്. 10 തീയതി ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ബജാജ് ഫിനാൻസും പൊതുമേഖലാ ഭീമനായ ONGCയും സെപ്റ്റംബർ പാദത്തിലെ കണക്കുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ബിസിനസ് അപ്ഡേറ്റ്സ് അനുസരിച്ച് 24% വാർഷിക വായ്പാ വളർച്ചയാണ് ബജാജ് ഫിനാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം കൂടുതൽ കസ്റ്റമർ അക്വിസിഷൻ ശക്തമാണെന്നും പ്രതീക്ഷിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 22% വാർഷിക വളർച്ചയും കൈവരിക്കുമെന്നാണ് സ്ട്രീറ്റ് അനുമാനം. GST പരിഷ്കാരങ്ങൾ കമ്പനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ONGCയെ സംബന്ധിച്ചിടത്തോളം ഉൽപാദന അളവ് സ്ഥിരമായി തുടർന്നെങ്കിലും സ്റ്റേബിളായ ക്രൂഡ് ഓയിൽ വിലയുടെ സഹായത്തോടെ കമ്പനിയുടെ രണ്ടാം പാദ വരുമാനം ശക്തമായ ലാഭ വളർച്ച കാണിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം വോളിയം വളർച്ച ഫ്ലാറ്റായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോഡാഫോൺ ഐഡിയയുടെ പ്രിവ്യൂയിലേക്ക് വരുമ്പോൾ JM ഫിനാൻഷ്യലിന്റെ കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിൽ വോഡാഫോൺ ഐഡിയ 6,823.5 കോടിയുടെ അറ്റ നഷ്ടം റിപ്പോർട്ട് ചെയ്യുമെന്നാണ് എക്സ്പെക്ടേഷൻ. രണ്ടാം പാദത്തിലെ കമ്പനിയുടെ വരുമാനം 1.7% വർധനയോടെ 10,932.2 കോടിയിൽ നിന്നും 11,115 കോടിയിൽ എത്തുമെന്നും ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആവറേജ് റവന്യൂ പെർ യൂസർ അതായത് ARPUവിൽ രണ്ടാം പാദത്തിൽ 7% വളർച്ചയാണ് എക്സ്പെക്ടേഷൻ. 0.5 മില്യന്റെ അറ്റ സബ്സ്ക്രൈബർ നഷ്ടം രേഖപ്പെടുത്തുമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. 11 പാദഫലങ്ങളുമായി എത്തുന്ന കമ്പനികളിൽ പ്രധാനികൾ ബജാജ് ഫിൻസർ, ടാറ്റ പവർ, BSE, ഭാരത് ഫോർജ്, ബയോകോൺ, കണ്ടെയ്നർ കോർപ്പറേഷൻ എന്നിവയാണ്. ബജാജ് ഫിനാൻസ് മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യുമെന്നാണ് സ്ട്രീറ്റിന്റെ അനുമാനം. ടാറ്റ പവറിന്റെ ടോപ്പ് ലൈൻ എക്സ്പാൻഷൻ 10% വളർച്ചയോടെ 15,000 കോടിയായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എബിഡ 25% വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഓയിൽ ഇന്ത്യ, TCPL പാക്കേജിംഗ്, ടാറ്റ മോട്ടോഴ്സ്, MRF, മാരിക്കോ, ഹീറോ മോട്ടോഴ്സ്, എയ്ത്തർ ഇൻഡസ്ട്രീസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇർകോൺ എന്നീ റിസൾട്ടുകളും നിർണായകമാണ്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച ലിസ്റ്റിംഗിലെത്തുന്ന ആദ്യത്തെ കമ്പനി ലെൻസ്കാർട്ട് ആണ്. ഇഷ്യൂവിലൂടെ 7,270.02 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. 382 രൂപ മുതൽ 402 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ്. നവംബർ 10 ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. വരുന്ന വാരം ഗ്രോയുടെ പാരന്റ് കമ്പനിയായ ബില്യൺ ബ്രെയിൻസ് ഗ്യാരേജ് വെഞ്ചേഴ്സ് ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2017 സ്ഥാപിതമായ ഫിൻടെക് കമ്പനി ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂവിലൂടെ 6,632.3 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്.
പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 95 രൂപ മുതൽ 100 രൂപ വരെയാണ്. നവംബർ 12-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. വരുന്ന വാരം പൈൻ ലാബ്സ് ഓഹരികളും ലിസ്റ്റിംഗിലേക്ക് എത്തുന്നുണ്ട്. 1998-ൽ സ്ഥാപിതമായ കമ്പനി പോയിന്റ് ഓഫ് സെയിൽസ് സൊല്യൂഷൻസ്, പേയ്മെന്റ് പ്രോസസിംഗ് ആൻഡ് മെർച്ചന്റ് ഫിനാൻസിംഗ് സർവീസസ് എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നവംബർ 7-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് നവംബർ 11-നാണ്. ഇഷ്യൂവിലൂടെ 3899.91 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് ആകട്ടെ 210 രൂപ മുതൽ 221 രൂപ വരെയുമാണ്. തുടർച്ചയായ ഡൗൺ ട്രെൻഡിന് ശേഷം വെള്ളിയാഴ്ച ചെറിയൊരു റിക്കവറിയാണ് നിഫ്റ്റി 50-യിൽ കാണാൻ സാധിച്ചത്. ഓപ്പണിംഗ് സെഷനിൽ നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ പോലും ക്ലോസിംഗ് ആയപ്പോഴേക്കും ഡേ ലോയിൽ നിന്നും ഏകദേശം 0.7% മുന്നേറ്റം സൂചിക പ്രകടമാക്കി. വീക്കായിട്ടുള്ള ഗ്ലോബൽ സെന്റിമെന്റ്സും ഒപ്പം മിക്സഡ് റിസൾട്ടുമാണ് മോർണിംഗ് സെഷനിൽ ഇടിവിന് കാരണമായത്. ഡെയിലി ബേസിസിൽ ഏകദേശം 17 പോയിന്റ് ഇടിഞ്ഞ് 0.07% ഇടിവോടെയാണ് നിഫ്റ്റി ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,600-ന് താഴെയുള്ളിടത്തോളം സൂചികയിൽ ഒരു സെൽ ഓൺ റൈസ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ റൂബക് ദേ പറയുന്നത്. കൂടാതെ ഇൻഡെക്സ് 50-ഡേ മൂവിംഗ് ആവറേജിന് താഴെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് വീക്ക്നെസ് കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് 25,600 റെസിസ്റ്റൻസ് ആയും സപ്പോർട്ട് 25,400 കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 25,600-ന് മുകളിൽ ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ കോൺഫിഡൻസ് റീസ്റ്റോർ ആകുമെന്നാണ് റെലിഗിയർ ബ്രോക്കിംഗിലെ റിസർച്ച് ഹെഡായ അജിത് മിശ്ര പറയുന്നത്. 25,600 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 25,800 മുതൽ 26,000 റീഗെയിൻ ചെയ്തേക്കാമെന്നും മറിച്ച് ലോവർ സൈഡിൽ 25,300 സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയേക്കാൾ വളരെ മികച്ച പെർഫോമൻസ് ആണ് പോയ വാരം കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ 322 പോയിന്റ് ഉയർന്ന് 0.5% നേട്ടത്തോടെയാണ് ക്ലോസിംഗ് എടുത്തത്. PSU ബാങ്ക് ഓഹരികളിലെ മുന്നേറ്റമാണ് സൂചികയ്ക്ക് സപ്പോർട്ട് നൽകിയത്. ഇവിടെ 57,400 മുതൽ 57,300 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 58,200 മുതൽ 58,300 എന്ന ലെവൽ റെസിസ്റ്റൻസ് സോണായി പരിഗണിക്കാമെന്നുമാണ് SB സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റ് സുദീപ് ഷാ പറയുന്നത്. ഉയർന്നു നിൽക്കുന്ന ഗ്ലോബൽ അൺസർട്ടനിറ്റീസും പോസിറ്റീവായ ഡൊമസ്റ്റിക് ട്രിഗേഴ്സിന്റെ അഭാവവും നിക്ഷേപകരെ ഒരു കോഷ്യസ് മോഡിലേക്ക് നയിക്കുമെന്നും മറ്റ് അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നു. വരുന്ന വാരം ക്വാർട്ടർലി റിസൾട്ടുകളും ഇൻഫ്ലേഷൻ കണക്കുകളും തന്നെയാണ് വിപണിക്ക് നിർണായകം. അതിനപ്പുറത്തേക്ക് ടെക്നിക്കലി 25,600 എന്ന നിലവാരം നിഫ്റ്റി ക്രോസ് ചെയ്താൽ വിപണിയിൽ വീണ്ടും ബുൾസിന്റെ കോൺഫിഡൻസ് ശക്തമാകും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് നിലവിലെ ട്രെൻഡിൽ ഒരു കോഷ്യസ് സ്റ്റാൻസ് തുടരേണ്ടതും വളരെ അനിവാര്യമാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.